ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഗൈസ്, കുറേ നാളായിട്ട് നമ്മൾ ഒരുപാട് കമൻസ് കാണുകയാണ്. അതായത് ഇപ്പം അടുത്ത് നമ്മൾ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറേ കമൻസ് കാണുന്ന മെയിനായിട്ട് ഒന്ന് സഫ പ്രഗ്നൻ്റ് ആണോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ത്, ഒരുപാട് തടി വെച്ച് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, തോന്നലുണ്ട്, സഫ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, ഒന്ന് റിപ്ലൈ താ. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പം അതിനൊക്കെ ആയിട്ടൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇന്നത്തെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, പേഴ്സണലായിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇൻഷാല്ലാ സഫു, എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ എന്താണ് ഗൈസ് നിങ്ങളുടെ വിശേഷം? എന്താണ്? സുഖാണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളിപ്പം അടുത്ത് കുറച്ച് വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, നല്ല സപ്പോർട്ടീവായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കാണാനായിട്ടുണ്ടായി. അപ്പം താങ്ക് യു സോ മച്ച് ആയല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു ഉന്മേഷം, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പിന്നെയും പറയുമ്പം ഒരു സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളിന്ന് സ്പെഷ്യൽ നമ്മൾക്ക് ഇപ്പം എന്താ പറയുക, എന്താണ് ഹാപ്പിനെസ്, അതേപോലെ തന്നെ എന്താണ് സാഡ്നെസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ഉണ്ടായില്ലേ സഫ നിന്നോടായിട്ട് കുറേ ആൾക്കാർ? എന്തൊക്കെയായിരുന്നത്? തടി വെച്ചോണ്ട് പ്രഗ്നന്റ് ആണോ വെച്ചിട്ട് ഫസ്റ്റ് ആണോ ചോദിച്ചവര് ഇപ്പൊ ആണെന്നാക്കി അല്ലേ? കൊറേ ആളെ അങ്ങനെ സഫ തടി വെച്ച്, കവള് തടി വെച്ച്, സംഭവം എന്താ അറിയില്ല, വീടിന്റെ പെറ്റാണോ പോയി? അല്ല ഗൈസ്, നിങ്ങള് ഗസ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പം ഫോർത്ത് ഹാഫ് മന്തായി. കേക്കുന്നില്ല ഗൈസ്, എന്തെന്നാണ്? 4.5 മാസമായി ഇപ്പൊ. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങളെല്ലാവരും ഇതുവരെ കമന്റ് ഇട്ട ഡൗട്ട് പിന്നെ ഫോണില്ലാത്തോണ്ട് വീഡിയോ എടുക്കാത്തെന്ന് പറയാനില്ല. 3 മന്ത് കഴിഞ്ഞിട്ട് തന്നെ വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചു. നമ്മൾ ഈ ഒരു കാര്യം സസ്പെൻസ് ആയിട്ട് വെച്ചത് ഒന്നാമത് കുറച്ച് കാരണങ്ങൾ, സസ്പെൻസ് എന്നല്ല, ഒരു 3 മന്ത് കഴിഞ്ഞാലേ അതിന്റെ ഒരു സേഫ്റ്റി ഒക്കെ ആവുള്ളൂ. അതുകൊണ്ട് 3 മന്ത് കഴിഞ്ഞിട്ട് അതെ, ഈ കാര്യം റിവീൽ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ഒന്ന് കുറച്ച് ലാഗ് ആക്കിയതാണ്. നമ്മൾ മനഃപൂർവ്വം പറയാത്തതിന് റിയലി സോറി. പിന്നെ നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ചില സമയം ഗസ് ചെയ്യാനുണ്ടായിരിക്കും. കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതുമല്ല, ഒരു 2 മന്ത് ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിഞ്ഞത്. അതുകൊണ്ടല്ലോ മെയിൻ തിങ്. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വയറിന് പെയിൻ ഉണ്ടായി. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്തും യൂറിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ടെസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായത്. അപ്പോൾ പ്രഗ്നൻ്റ് ആണ് അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പിന്നെ ഇങ്ങനെ കുറേ സിംറ്റംസ് കണ്ടപ്പോൾ ഡൗട്ട് തോന്നിയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ഉണ്ട്. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് പറഞ്ഞത് 3 മാസമായി. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. സോ എക്സൈറ്റഡ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ നമ്മളിപ്പോൾ അടുത്ത് ഒരു എന്താ പറയുക, കുറേ സർപ്രൈസ് വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ്. ചില ആൾക്കാർ സർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഗസ് ചെയ്ത് എടുത്തിരുന്നു. എന്താ പറയുക, പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കാം സർപ്രൈസ്, വേറെ ഒന്നുമല്ല. അങ്ങനെ കുറേ ആൾക്കാർ ഗസ് ചെയ്തു. കുറേ പ്രൊഡക്ട്സ് നമ്മൾ പോയി കൊറിയർ പിക്ക് ചെയ്തപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞു ഇത് ബേബി പ്രൊഡക്റ്റ് തന്നെ. അങ്ങനെ പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞിൻ്റെ ആവശ്യകരമായ അല്ലെങ്കിൽ സഫുവിന് ആവശ്യകരമായ ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം അടുത്താന്നൊന്ന് കോളാബിൽ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ കൊറിയർ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഗസ് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇങ്ങനെ ആയിട്ട്
പോകുന്നത് കൊണ്ട് തന്നെ അവര് അവിടുന്ന് കാണുന്ന ആൾക്കാർ നമ്മൾ കാണിക്കുന്നത് ചിലത് ഗസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും, എല്ലാം ഒന്ന് ഗസ് ചെയ്യണ കറക്റ്റ് ആയിരിക്കും, ഒക്കെ കറക്റ്റ്. ചില ആള് അതിന് വേറൊരാള് കമന്റ് ഇട്ടിന് എനിക്ക് ഡൗട്ട് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിലെ ആടുന്ന ആരോ ആയിരിക്കാം. കാരണം എന്താ പറയുക കറക്റ്റ് 4 and 5 months എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിന്റെ ആരോ നമ്മൾ കാണിക്കുന്നവരുള്ള അപ്പൊ നമുക്ക് എന്തായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒന്നും കൂടെ സേഫ് എനിക്ക് സേഫ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മാക്സിമം ഒരു സിസറിങ് ഒഴിവാക്കി നോർമലിന് വേണ്ടി ട്രൈ ചെയ്യാം. ഒരു ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു മാക്സിമം അവര് സിസറിന് ഒഴിവാക്കി തരും എന്നാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു വിശ്വാസം ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റ് തന്നെ തുടരാനാണ് നല്ല താല്പര്യം. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ആയിരിക്കാം, നേഴ്സുമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കാം. ആ കമന്റ് ഇട്ട് സത്യം പറഞ്ഞാൽ നേഴ്സ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ വീഡിയോസ് എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ പറയുക വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അടുത്ത് വരുന്ന പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. റീൽസ് ഇടുന്നത് നമ്മൾ പിന്നെ യൂട്യൂബിൽ ഒരു ഫുൾ വീഡിയോ കാണിക്കും എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ യൂട്യൂബിൽ അഥവാ ഫുള്ള് റിവ്യൂ ആയിട്ട് ഒന്നും കൂടെ കാണിച്ച് ഓപ്പൺ ആക്കിയിട്ട് ഇടണം വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും കറക്റ്റ് അതിൻ്റെ ആ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് വന്നതെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഇടാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളാബാന്ന് ചെയ്യുന്ന എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിലല്ല ജസ്റ്റ് റീല് മാത്രമാണ്. പക്ഷെ നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഷോർട്സ് വീഡിയോ കാണാത്തവരുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെവർക്ക് ഈ വ്ളോഗ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളെന്തായാലും അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഇന്ന് സഫുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. കാരണം എങ്ങനെയാണ് ഓളെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു 4.5 months അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റ് എന്താണ്? എക്സൈറ്റ്മെന്റ് എന്താ അല്ല ഫസ്റ്റ് ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായല്ലോ, അപ്പോൾ ഭയങ്കര വയറുവേദന ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതാണെന്ന് ചിന്തിക്കണമില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ബേബി. അപ്പോൾ നമ്മൾ അപ്പോൾ എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, രണ്ടും അറിയാലോന്ന് ഓർത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് യൂറിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇൻഫെക്ഷൻ നല്ല കൂടിയിട്ടുണ്ടായി, അതുകൊണ്ടായിരിക്കും ബേബി ഇത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു 1 month-ഓളം 1 month കഴിഞ്ഞു തോന്നുന്നു, അത് ആ സമയം എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഇറിറ്റേഷൻ തോന്നി തുടങ്ങി, എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ വിചാരിച്ച് എന്നാൽ യൂറിൻ ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ നല്ലോണം വെള്ളം കുടിക്കണമുണ്ടായി. അതിനുശേഷം എന്തായത് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റർ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ 2 lines കണ്ട്. അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മേനു ഇവിടെയും ഞാൻ അവിടെ. അപ്പോൾ തന്നെ ഞാൻ മേനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു മേനു ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ മേനു പറഞ്ഞു എനിക്ക് ഓൾറെഡി കൺഫേം ആയിരുന്നു, ഡേറ്റ് ഇത് ചേഞ്ച് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പാക്ക് അടിച്ച് വന്നു, ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചാൽ. അങ്ങോട്ട് അല്ല അതതുകൊണ്ടല്ലോ, ഞാൻ കുറച്ച് ദിവസം വെറുതെ വീട്ടിൽ നിൽക്കാൻ പോയത്. പിന്നെ പ്രഗ്നന്റ് ആയപ്പോൾ നിൽക്കാൻ പോയി. ഞാൻ നോർമലി നിൽക്കാൻ പോയാലൊരു 1 month-ഓളം നിൽക്കും, ഒരു 3 weeks എങ്കിലും ഞാൻ നിന്നിട്ടേ വീട്ടിൽ നിന്ന് വരലുള്ളൂ. അപ്പോൾ പോയപ്പോൾ അത്ര ദിവസം ഞാൻ നിന്നില്ല, വേഗം ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കാൻ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ 2 months എന്നാണ് എൻ്റെ ഒരു കണക്കിൽ. ഞാൻ ഇനി ഊഹിച്ച് നോക്കിയപ്പോൾ 2 months അത്ര ആയിട്ടുള്ളൂ. ഇപ്പൊ ഇനി 2 months കഴിഞ്ഞാൽ പിന്നെ പറയട്ടെ. അപ്പോൾ 2 months ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് 2 months എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ അവർ സ്കാൻ റിപ്പോർട്ടിൽ പറഞ്ഞത് 3 months ആയി, 3 months വേറെ സ്കാൻ ഉണ്ട്, ഇനി 3 months നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് വെറുതെ കാണിക്കാം. ഇനിയിപ്പോൾ ഇത് ഫോട്ടോ ആരെങ്കിലും എടുത്തിട്ട് തമ്മിലിട്ടിട്ട് വേറെ വീഡിയോ നമ്മളെ വീഡിയോസ് തന്നെ കുറെ ആൾ ഷോർട്ട് ആക്കിയിട്ട് എടുത്തിട്ട് വേറെ എന്തെല്ലാം രീതിയിൽ നെഗറ്റീവ് മാത്രം ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പൊ 3 months കഴിഞ്ഞു. 3 months കഴിഞ്ഞപ്പോ വേനു 3 months ആയ നമ്മ 2 months എന്ന് വിചാരിച്ചല്ലേ ഉള്ളു. അപ്പൊ വേനു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു.
ഞാൻ എന്നിട്ട് പിന്നെ സ്കാൻ റിപ്പോർട്ട് എടുത്തിട്ട് ഗൂഗിൾ നോക്കിയിട്ട് ഗേള് പോയി അങ്ങനെ പ്രഡിക്ഷൻ അതെപ്പോഴും ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രഡിക്ഷൻ നോക്കൽ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ 4th ഡോക്ടറെ ഗൈനക്കിനെ കാണിക്കാൻ പറഞ്ഞു. ഗൈനക്കിനെ കാണിച്ചപ്പോഴല്ലേ സ്കാൻ ചെയ്തത്. പിന്നെ ഗൈനക്കിന് 4th കാണിച്ചപ്പോൾ പറഞ്ഞ് ഒരു 3 weeks ആയിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അതായത് 5th സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കണം. ഒരു 2 weeks കൂടി കഴിഞ്ഞാൽ 5th സ്കാനിങ് ആയി. അങ്ങനെയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് നിന്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ നിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ അല്ലേ. മാക്സിമം ഇപ്പൊ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ എടുക്കുമ്പോ വയറ് കാണിക്കാണ്ട് നോക്കും, ശ്രദ്ധിച്ചു നമ്മള് മാക്സിമം. പക്ഷെ 4 ആൾക്കാർ പൊക്കിയത് അതെ, അതാണ് ഇത്. അതെ, പെട്ടെന്നെല്ലാം ശ്രദ്ധിക്കാൻ. അത് മെയിൻ കൊറേ എന്താ പറയാ, ഇങ്ങനെ ഇത് മുന്നേ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായ ലേഡീസ് പെട്ടെന്ന് ഫേസ് ചെയ്യാൻ പറ്റും, അങ്ങനൊക്കെ ഒരു മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തന്നെ ചേഞ്ച് തോന്നാറുണ്ട് കേട്ടോ. വണ്ണം തോന്നിയെന്ന് ഫേസിന് തോന്നിയെന്ന് വിചാരിക്കല്ല, ബോഡിക്ക് ഒരു വണ്ണം തോന്നിയത് പോലെ തോന്നും. ഞാനൊരു ചില ഡ്രസ് ഇട്ടിട്ട് ഇത് ഇതാവണല്ലോ, ഇങ്ങനത്തെ ഇന്നർ ടൈപ്പ് പനിയനൊക്കെ ഇത് കേരളല്ല വയറിന്റെ അങ്ങോട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്കും എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട് ഒരുപാട്. ഞാൻ ചോദിക്കാതെ സ്വയം ചോദിച്ചു പറഞ്ഞു. അതെ, നല്ല സന്തോഷമുണ്ട്. പിന്നെ നമ്മളിത് റിവീൽ ചെയ്യണ്ടെന്ന് കുറച്ച് പേടിയും എല്ലാം ഉള്ളതുകൊണ്ട്, കാരണം എന്താ പറയാ മുട്ട പല രീതിയിൽ പേടിയുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് റിവീൽ ചെയ്യാത്തത്. നമ്മുടെ കാര്യം വെച്ച് കളിച്ചാലും കൊച്ചിന്റെ കാര്യം വെച്ചിട്ട് ഈ കാണുന്ന ഓഡിയൻസിനൊക്കെ ഇങ്ങനെ ചില എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഞാനും ഒരു സമയത്ത് വിശ്വസിക്കാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാത്ത ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് ലൈഫിൽ ഇങ്ങനെ ഓരോന്ന് അനുഭവം, അതായത് നമ്മൾ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ്. പിന്നെ അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഒരു കമന്റ് ഉണ്ട്, നല്ല രസകരമായ ഒരു കമന്റ്. ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ. ആ കമന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കമന്റ് ഒന്ന് വായിച്ചോ. അപ്പോ ഈ ഒരു കമന്റ് ഒക്കെ ഭയങ്കര ലൈക്ക് ആയി, കാരണം ഞാൻ ആവശ്യം വരുന്നിട്ട് റിപ്ലൈ കൊടുത്തു. കാരണം അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും എനിത്തിങ് എൽസ് ബാക്കി എന്തെങ്കിലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. പോരെ, നമ്മൾ ഈ ഒരു കാര്യം റിവ്യൂ ചെയ്യാം. ഈ ഒരു കാര്യം റിവീൽ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. കാരണം ഇത് ഇൻഷാല്ലാ ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ ഇന്റർവ്യൂ കാര്യങ്ങളിൽ വരാനുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ പോകും. ഏതാ 2 ദിവസം കഴിഞ്ഞാൽ പോകുന്നു. ആര്? എന്റെ 2 ദിവസം 2 മാസം. 2 മാസം. ഓ അങ്ങനെ 2 മാസം. അതാണ് നേരത്തെ പറഞ്ഞോണ്ടായത്. അങ്ങനെയല്ല, അത് ഫസ്റ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ. അതിന് രണ്ടാമത് വേറെന്തോ പറഞ്ഞു. രണ്ടാമതെന്തോ പറഞ്ഞു. അത് ഫസ്റ്റ് പറഞ്ഞു. അതെന്നെ കട്ടയിപ്പിച്ചു. അത് രണ്ടാമതൊന്നും കൂടി പറഞ്ഞു. വേറെന്തോ പറഞ്ഞു. നോക്കി നോക്കാട്ടെ. അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചു. ഒന്നുകൂടി പറ, സോറി മാറട്ടെ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടിച്ചു പൊട്ടി. ഓക്കെ. അപ്പൊ ഓക്കെ, ടാറ്റാ ബൈ.